ഡൽഹി ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം തുടരുന്നു. ഡൽഹി പോലീസ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. NIA സംഘവും വിവരങ്ങൾ ശേഖരിച്ചു. ഇസ്രായേലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇസ്രായേൽ എംബസിയുടെ പിൻഭാഗത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടതായി പോലീസ് കൺട്രോൾ റൂമിൽ ഫോൺ സന്ദേശം ലഭിച്ചത്. ഡൽഹി പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി. ഡൽഹി പോലീസിന്റെ ഡോഗ് സ്ക്വാഡും ക്രൈം ടീമും ബോംബ് നിർവീര്യമാക്കുന്നതിനുള്ള സംഘവും പൊട്ടിത്തെറിയുണ്ടായെന്ന് പറയുന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശം വളയുകയും ശക്തമായ തെരച്ചിൽ നടത്തുകയും ചെയ്തു. വിദഗ്ധർ സ്ഥലം പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. അവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വലിയ പൊട്ടിത്തെറി കേട്ടെന്നും പുകപടലങ്ങൾ ഉയർന്നെന്നും സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകി. NIA ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. ഇസ്രായേൽ എംബസിക്ക് സമീപം നടത്തിയ സ്ഫോടനത്തിന് പിന്നാലെ ഇസ്രായേൽ അംബാസഡർക്ക് അയച്ച ഭീഷണി കത്ത് കണ്ടെത്തിയതായി ഡൽഹി പോലീസ് അറിയിച്ചു. ഈ കത്ത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. നേരത്തെ 2021 ജനുവരി 29 എംബസിക്ക് മുൻപിൽ ബോംബ് സ്ഫോടനമുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ അന്വേഷണ ഏജൻസികൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലമടക്കം കണക്കിലെടുത്തുള്ള അന്വേഷണമാണ് നടത്തുക. ഇസ്രായേൽ എംബസിക്ക് സമീപം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.